അങ്ങോട്ട് നോക്കണ. വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. വിവാദ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മന്ത്രിക്ക് ആളില്ലാത്ത കസേരകൾ കാണേണ്ടി വന്നത്. മന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് സദസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. 10-ൽ താഴെ കാണികൾ റെക്കോർഡിട്ട് കളഞ്ഞല്ലോ വീണേച്ചി. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. 2 കൈകളിലെയും വിരലുകൾ മൊത്തം ഒന്ന് മടക്കി എണ്ണാനുള്ള അവസരം പോലും ഞങ്ങൾക്ക് തന്നില്ലല്ലോ. CPM പ്രവർത്തകർ പോലും പങ്കെടുക്കാതിരുന്ന ചടങ്ങ് ശ്രദ്ധേയമായി. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറി? ഈ ജനപിന്തുണയൊക്കെ എവിടെ കൊണ്ട് വെക്കും? വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും കൂടെ ചേർത്ത് ഒരു 10-ൽ താഴെയുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ സർക്കാരിലെ ഒരു മന്ത്രിയുടെ അവസ്ഥയാണ്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. മന്ത്രിയുടെ മനസ്സിൽ എന്തൊക്കെ ആശകളായിരുന്നു. ജനപ്രവാഹമായിരിക്കും, ജനസാഗരമായിരിക്കും ഉളുക്കിയ പെടലി കാണാൻ വരുന്നത്. ആ നാടകം അടിമുടി ചീറ്റിയതോടെ മന്ത്രിയുടെ വിശ്വാസ്യത ഇല്ലാതായിരിക്കുന്നു. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകൾ പോലും ഇല്ലാതായിരിക്കുന്നു. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഈ 10-ൽ താഴെ ആളിന്റെ കണക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പന്തലൊക്കെ വലിച്ചു കെട്ടിയവര് കുറച്ച് പേര് കാണുമല്ലോ, പിന്നെ മൈക്ക് ഓപ്പറേറ്റർ, വന്ന വണ്ടിയുടെ ഒക്കെ ഡ്രൈവർമാര്, അവരാരും പോലും സഹകരിച്ചില്ലേ? ശവത്തെ കുത്തരുത്.